ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ മൂന്നാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റും ഈ ഒരു സീസൺ 7നോട് വിട പറഞ്ഞിരിക്കുകയാണ്. വേറെ ആരുമല്ല, ശാരിക KV ആണ് സീസൺ 7ൽ നിന്നും മൂന്നാമത്തെ ആഴ്ച ഒഫീഷ്യലി എവിക്റ്റ് ആയിരിക്കുന്നത്. ഈ ഒരു സീസൺ 7ലേക്ക് ഹോട്ട് സീറ്റ് ശാരിക, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ മീഡിയയുടെ ഇന്റർവ്യൂവർ തൻ്റെതായിട്ടുള്ള ബോൾഡ് തീരുമാനങ്ങൾ അറിയിച്ചും, ഓൺലൈൻ മീഡിയയിലൊക്കെ ഒരു ഇന്റർവ്യൂവർ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ട് സീറ്റ് ശാരിക എന്ന മാസ് ഹൈപ്പ് പരിവേഷത്തോടെയൊക്കെയാണ് ഈ ഒരു സീസണിലേക്ക് ശാരിക എത്തുന്നത്. തൻ്റെതായിട്ടുള്ള ബോൾഡ് തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഓൺലൈൻ മീഡിയകളിലും തൻ്റെ ഇന്റർവ്യൂകളിലും ഒക്കെ പറഞ്ഞ് അത്യാവശ്യം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ബോൾഡ് ആയിട്ടുള്ള ലേഡി അല്ലെങ്കിൽ ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആണ് ശാരിക എന്നാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ മികച്ച കുറച്ച് കണ്ടന്റ് ശാരികയുടെ അടുത്ത് നിന്നും പ്രേക്ഷകരും പ്രതീക്ഷിച്ചു. പക്ഷെ ഈ ഒരു സീസണിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തുടക്കം 1-2 ദിവസം എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്നതല്ലാതെ പിന്നീട് ഒരു ഒരു ബോൾഡ് ആയിട്ട് തീരുമാനങ്ങളോ അഭിപ്രായങ്ങളോ ഒന്നും ശാരികയുടെ സൈഡിൽ നിന്നും വന്നിട്ടില്ല. പിന്നെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പോയി ഇടപെട്ടു ഒച്ചയെടുക്കുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടം നേടാൻ മാത്രം പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള കണ്ടന്റുകളും ശാരികയുടെ സൈഡിൽ നിന്നും ഉണ്ടായില്ല. പ്രേക്ഷകരുടെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ പോലും കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് ശാരികയ്ക്കൊക്കെ ഒരു സപ്പോർട്ടും ഇല്ല. ഈ ഒരാഴ്ച പ്രേക്ഷക ട്രെൻഡിങ് വോട്ടും റിസൾട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഏറ്റവും പുറകിൽ തന്നെയായിരുന്നു ശാരികയും അതുപോലെ തന്നെ സരികയും ഒക്കെ. കഴിഞ്ഞ ഒരാഴ്ചയിൽ മിഡ് വീക്ക് സസ്പെൻഷൻ വഴി ആ ഒരു ഇരുണ്ട റൂമിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് മാത്രം ഒരു എവിക്ഷനിൽ വരാതെ രക്ഷപ്പെട്ടു പോകുകയായിരുന്നു ശാരികയൊക്കെ. എന്തായാലും ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വെച്ച് ഇന്റർവ്യൂ നടത്തി സോഷ്യൽ മീഡിയകളിൽ മാസ് കാട്ടുന്നത് പോലെ അല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നാൽ എന്ന് ശാരികയ്ക്കും മനസ്സിലായി കാണും. അവിടെ സ്പോണ്ടേനിറ്റി ഉണ്ടാകണം, അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യണം, പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്നത് പോലെ കാര്യങ്ങളിൽ ഇടപെടണം, ടാസ്കുകളിൽ പങ്കെടുക്കണം, മികച്ച രീതിയിൽ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. എന്തായാലും ശാരികയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് ഓവർ ട്രോളുകളിലൊക്കെ വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ് ശാരിക. എനിവേസ് കംപ്ലീറ്റ്ലി പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വീക്കിലെ 2 വിക്ഷനും നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ആഴ്ച 2 വിക്ഷനോട് കൂടി ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.